സാങ്കേതിക സർവകലാശാലയിലെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗത്തിൽ ക്വാറം തികഞ്ഞില്ല. 54 പേരിൽ 10 പേർ മാത്രമാണ് ഹാജരായത്. ക്വാറം തികയാത്തതിനെ തുടർന്ന് യോഗം ഗവർണർ പിരിച്ചുവിട്ടു. ബോർഡ് അംഗങ്ങളിൽ കൂടുതൽ പേരും സർക്കാർ നോമിനികളാണ്. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സാജു, വിശദാംശങ്ങൾ എന്താണ്? ഭരണകക്ഷി MLA അടക്കമുള്ളവർ സാങ്കേതിക സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ തുടർച്ചയായി പങ്കെടുക്കുന്നില്ല. ഇതേ തുടർന്ന് ബജറ്റ് ഇതുവരെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. തുടർന്നാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ ഈ യോഗത്തിലും കൂടുതൽ പേരും സർക്കാരിന്റെ നോമിനികളാണ്. ആ 54 പേരിൽ 10 പേര് മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഇതിനെ തുടർന്ന് യോഗം ഗവർണർ പിരിച്ചുവിടുകയായിരുന്നു. VC-യുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും സർവകലാശാല ഭരണസമിതികൾ എല്ലാ വിഷയങ്ങളും കൂട്ടായി ചർച്ച ചെയ്യാണ് വേണ്ടതെന്നും സാങ്കേതിക സർവകലാശാലയുടെ പ്രവർത്തനത്തിൽ ദുഃഖിതനാണ് എന്നുമൊക്കെ ഗവർണർ അവിടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ബജറ്റ് അവതരിപ്പിക്കാനായി VC-ക്കുള്ള പ്രത്യേക അധികാരം ഉപയോഗപ്പെടുത്താൻ ഉള്ള നിർദ്ദേശം ഗവർണർ നൽകി. യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ കുരുക്കൾ ഓൺലൈനിൽ പങ്കെടുത്തിരുന്നു. ബജറ്റ് അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യം അദ്ദേഹം യോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് VC-യുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ബജറ്റ് അംഗീകരിക്കാൻ ഗവർണർ നിർദ്ദേശം നൽകിയത്. തുടർന്ന് ഗവർണർ ഈ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. കോറം തികയാത്തതിനെ തുടർന്ന്. സ്നേഹ. ശരി, KR